Hi friends, welcome to the video. In the Latin American Revolution, the Latin American Revolution. Okay, Latin American വിപ്ലവത്തെ കുറിച്ചാണ്. So നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്നുള്ളത്. So first of all, ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് നോക്കാം. This was the dwelling. This is the place here the broad gains of maize rose up and fell again like red hail. Here gold thread came off the vicuna to the cloth lovers, tombs and mothers, king and prayers and warriors. Give me back the slave you buried. Okay. എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കാം. പാബ്ലോ നെരൂദ എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയിട്ടുള്ള ഹൈറ്റ്സ് ഓഫ് മാച്ചു പിച്ചു എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ എന്തോ ഒരു സംഭവമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ എന്താണ് നോക്കാം. പാബ്ലോ നെരൂദ ദ ലാറ്റിൻ അമേരിക്കൻ പോയറ്റ് പോർട്രേറ്റ് ദ സൈറ്റ്സ് ഓഫ് മാച്ചു പിച്ചു. അതായത് മാച്ചു പിച്ചു എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ പാബ്ലോ നെരൂദ എന്ന് പറയുന്ന ലാറ്റിൻ അമേരിക്കൻ പോയറ്റ് ഒരു കവിത എഴുതുന്ന ഒരു വ്യക്തി ഈ വരച്ച് അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? വീട്ടിൽ പറയുന്നതാണ് ദിസ് വാസ് എ ഡെലി. ഇതാണ് ഞങ്ങൾ താമസിച്ചിരുന്ന ഒരു വീട്. ഇവിടെയാണ് എന്തുണ്ടായത്? മെയ്സ് എന്തിട്ടാണ് മെയ്സ് ഉണ്ടായത്. അതുപോലെ തന്നെ എന്താണ് എന്തുപോലെ എന്ന് പറഞ്ഞത് മെയ്സ് ആലിപ്പഴം പോലെ മെയ്സ് ചോളം എന്നൊക്കെ പറയില്ലേ, ചോളമൊക്കെ ആലിപ്പഴം പോലെ ഉണ്ടായതെന്ന് പറയുന്നു. പിന്നെന്താ പറയുന്നത് നമ്മുടെ യെസ് ഇവിടെ ഒരുപാട് എന്തുണ്ടായിരുന്നു? ഗോൾഡ് ത്രെഡ് കെയിം ഓഫ് വിക്കിന ടു ക്ലോത്ത് ലവേഴ്സ്, ടൂംസ് ആൻഡ് മോദേഴ്സ്, കിങ്സ് ആൻഡ് പ്രയേഴ്സ് ആൻഡ് വാരിയേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ല രീതിയിലുള്ള പട്ട് പോലെയുള്ള കമ്പിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ നമുക്ക് എന്താണ് ഇത്? കവിതയാണ് കേട്ടോ. കവിത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആശയം എന്നുള്ളത് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്, കവി എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് നോക്കാം. അബണ്ടൻസ് ഓഫ് റിസോഴ്സസ്, അവിടെ നല്ല രീതിയിലുള്ള റിസോഴ്സസ് ഉണ്ടായിരുന്നു, വിഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. കൾട്ടിവേറ്റഡ് മെയ്സ് കൃഷി ചെയ്തിരുന്നു, ചോളം കൃഷി ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം ഷീപ്സിനെ വളർത്തിയിരുന്നു, അതായത് ചെമ്മരിയാടുകളെ വളർത്തിയിരുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് അതിൻ്റെ കമ്പിളിയൊക്കെ എടുക്കാനായിട്ട് കേട്ടോ. അക്വയർഡ് വെൽത്ത് ത്രൂ ട്രേഡ്, പിന്നെ വ്യവസായത്തിലൂടെ വാണിജ്യത്തിലൂടെ അവർ സമ്പത്ത് നേടിയിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ദ സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ് കോളനൈസ്ഡ് ലാറ്റിൻ അമേരിക്കൻ ടു എക്സ്പ്ലോയ്റ്റ് ദിസ് എക്കണോമിക് റിച്ച്നെസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്ന ഒരു സ്ഥലം എക്കണോമിക്കലി സാമ്പത്തികപരമായിട്ട് റിച്ച് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ആ സമയത്താണ് സ്പെയിനുകാരും അല്ലെങ്കിൽ സ്പാനിഷുകാരും പോർച്ചുഗീസുകാരും അവിടേക്ക് വന്നത്. ഇവരൊക്കെ ആരാണെന്ന് പറയുന്നത് യൂറോപ്യൻസ് ആണ് കേട്ടോ. യൂറോപ്യൻസ് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ യൂറോപ്യൻസിൽ പെടുന്നതാണ്. അപ്പോൾ അവർ വന്നു അതിനു വേണ്ടിയിട്ടാണ് ടു എക്സ്പ്ലോയിറ്റ് ദിസ് എക്കണോമിക് റിച്ച്നെസ്, ഈ സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിയെ ചൂഷണം ചെയ്യാനായിട്ടാണ് അവർ വന്നത്. ഇനി അവർ വന്നിട്ട് എന്താ സംഭവം ഉണ്ടാക്കി എന്നുള്ളത് നോക്കാം. The Spanish and Portuguese propagated their language, religions and customs. സ്പാനിഷുകാരും പോർച്ചുഗീസുകാരും വന്നിട്ട് അവരുടെ ഭാഷ, സംസ്കാരം, അതുപോലെ തന്നെ മതങ്ങൾ അതൊക്കെ എന്ത് ചെയ്തു? പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പ്രചരിപ്പിക്കുക. നമ്മൾ വേറൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പ്രചരിപ്പിച്ചു. ഈ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ചു. എന്താണ്? അവരുടെ ഭാഷ, പോർച്ചുഗീസ് ഭാഷ, സ്പാനിഷ് ഭാഷയൊക്കെ അവിടെ പ്രചരിപ്പിച്ചു. അവിടുത്തെ മതങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ അവിടെ പ്രചരിപ്പിക്കാനായിട്ട് തുടങ്ങി. They built houses and churches in Spanish style. Several schools were established for imparting Spanish system of education. അവർ എന്ത് ചെയ്തു? വീടുകൾ ഉണ്ടാക്കി, അവരുടെ സ്റ്റൈൽ സ്പാനിഷ് സ്റ്റൈലിൽ വീടുകൾ ഉണ്ടാക്കി. അതേപോലെ തന്നെ ചർച്ചസ് ഉണ്ടാക്കി, ക്രിസ്ത്യൻ പള്ളികൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ ഒരുപാട് സ്കൂളുകൾ ഉണ്ടാക്കിയിട്ട് അവർ സ്കൂളുകളിൽ സ്പാനിഷ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ, ഹൗ ദ സ്പാനിഷ് ആർ ടോട്ട്, എങ്ങനെയാണോ സ്പാനിഷുകാരെ പഠിപ്പിക്കുന്നത് ആ ഒരു രീതിയിലുള്ള പഠന സമ്പ്രദായവും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നു. ഓക്കെ, അത് മാത്രമല്ല the Spanish farming methods and crops were introduced. സ്പാനിഷുകാരുടെ കൃഷി രീതികൾ, വിളകൾ ഇതൊക്കെ കൊണ്ടുവന്നു. ഓക്കെ, അതുമാത്രമല്ല ന്യൂ ഡിസീസസ് സ്പ്രെഡ് ഫ്രം യൂറോപ്യൻസ് ടു ദ ലാറ്റിൻ അമേരിക്കൻസ്. ഓക്കെ, എന്ത് ചെയ്തു? പുതിയ അസുഖങ്ങൾ, ന്യൂ ഡിസീസ് സ്പ്രെഡ് ഫ്രം യൂറോപ്യൻസ് ടു ദ ലാറ്റിൻ അമേരിക്കക്കാർക്ക് ഈ യൂറോപ്യൻസിന്റെ കയ്യിൽ നിന്ന്, സ്പാനിഷുകാർ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരെന്ന് പറയുന്ന, സ്പെയിനുകാരെന്നൊക്കെ പറയുന്ന ഇവരുടെ കയ്യിൽ നിന്ന് പല രീതിയിലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വന്നു തുടങ്ങി, മാറാരോഗങ്ങൾ കേട്ടോ. ഓക്കെ, racial discrimination was enforced towards the natives in all walks of life. അതായത് ഭയങ്കരമായിട്ടുള്ള വിവേചനം, ഓക്കെ, വർഗീയ വിവേചനം എന്ന് പറയാം. റേസ് എന്ന് പറഞ്ഞാൽ വർഗം എന്നാണ് അർത്ഥം. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ വർഗീയ വിവേചനം was enforced towards the natives in all walks of life. എല്ലായിടത്തും ആ ഒരു സംഭവം കാണാനിടയായി. They looted the resources and wealth of the Latin American people. അവരെന്ത് ചെയ്തു? അവർ അവിടുത്തെ റിസോഴ്സ് ഫുള്ള് കൊള്ളയടിച്ചു പോയി. ആരാണ്? നമ്മുടെ
സ്പെയിൻകാരും അല്ലെങ്കിൽ സ്പാനിഷുകാരും പോർച്ചുഗീസുകാരും enslaved the natives to work. അവരെന്ത് ചെയ്തു? അടിമകളെ പോലെ അവിടുത്തെ ആളുകളെ കൊണ്ട് പണിയെടുപ്പിച്ചു. പിന്നീട് ഉണ്ടായി the revolutions led by Jose de Sanmartin, അതുപോലെ ഫ്രാൻസിസ്കോ മിറാൻഡ, പിന്നെ സൈമൺ ബൊളിവർ എക്സെട്ര. ഇവരൊക്കെ എന്ത് ചെയ്തു? ഇവരൊക്കെ റവല്യൂഷൻസ് വിപ്ലവങ്ങൾ പുറപ്പെടുവിച്ചു. അതിന്റെ ലീഡേഴ്സ് ആണ് ഈ പേരുള്ളത്. led Latin American countries to be independent. അവസാനം എന്തായി? ഇവര് സ്വതന്ത്രരായി. ഇത്രയുമാണ് നമുക്ക് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനിൽ പഠിക്കാനായിട്ടുള്ളത്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് റഷ്യൻ റവല്യൂഷനാണ്. റഷ്യൻ റവല്യൂഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ചെയ്യുന്നത്. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനായിട്ട് നോക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.